ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ളൊരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ചിക്കൻ്റെ അകത്തേക്ക് മഞ്ഞൾ, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര്, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴാണ് ചിക്കൻ്റെ അകത്തേക്ക് നമ്മളിട്ട മസാലയും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ നമുക്ക് ചിക്കൻ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ പൊരിയുമ്പോഴത്തേക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം എൻ്റെ ഈ റെസിപ്പി ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ ഫ്രൈ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും കഴിയുന്ന റെസിപ്പിയാണ്. അങ്ങനെ ചിക്കനൊക്കെ കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഞാനിവിടെ ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്, അതില്ലെങ്കിൽ ഒരു വലിയ സവാളയാണെങ്കിൽ 1, ചെറുതാണെങ്കിൽ 2 എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് അതും കുറച്ച് പച്ചമുളകും കൂടി, എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് വഴറ്റി വന്നാൽ നമുക്കിതിലേക്ക് 1 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് ഒന്ന് വാടി വരട്ടെ. ഇനിയിപ്പോൾ 2 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുള്ളത് ഒരു നീളത്തിൽ അരിഞ്ഞിട്ടാട്ടാ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത്. ഇനിയിപ്പോൾ അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നാൽ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് കുത്തി ചതുക്കിയെടുത്തതാണ്, ഞാൻ മിക്സിയിൽ അരച്ചതല്ല. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല, ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, അതിത്തിരി ഞാൻ അധികം ഇട്ടിട്ടുണ്ട്, ആ ഒരു കളറിന് വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ചില്ലി സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുവരെയായിട്ടും ഉപ്പിട്ടിട്ടില്ല, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ടി വന്നാൽ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഏതായാലും ഞാനിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.